ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ കൈ കൊണ്ട് ഇതിനുള്ള മറുപടിയും തരും. ഭലേ ഭേഷ്, ഭർത്താവിനോടുള്ള നിന്റെ സ്നേഹം അതിങ്ങനെ തുളുമ്പി ഒഴുകല്ലേ. എടി, അവൻ നിന്നെ ചതിക്കുക. അതിനുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? പോരാ. സേതുമാധവൻ ഇപ്പോ ആത്മധൈര്യം നഷ്ടപ്പെട്ട ആളാ. മക്കൾക്ക് വേണ്ടി മാത്രം അയാളിപ്പം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന എന്ത് സെറ്റിൽമെന്റിനും അയാൾ തയ്യാറാവും. കോമ്പൻസേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചോദിക്കും? കോമ്പൻസേഷൻ എന്ത് വേണം, എത്ര വേണമെന്നൊക്കെ ഞാൻ ആ സമയം പറയാം. മോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അയാൾ തരുന്ന കോമ്പൻസേഷൻ വാങ്ങി പിന്മാറി പോകാനാണോ? ഒരിക്കലുമല്ല. അയാളെ കൂടുതൽ കുരുക്കിലാക്കാൻ. കാര്യങ്ങൾ നമുക്ക് ഈ മീറ്റിംഗിൽ തീരുമാനിക്കാൻ പറ്റും. പോറ്റി സാറും ഞാനുമായിട്ട് ആലോചിച്ചിട്ട് അതിന് വേണ്ടതൊക്കെ ചെയ്തോളാം. എന്ന് പറഞ്ഞാൽ എന്താ നിന്റെ പ്ലാൻ? എന്റെ പ്ലാൻ കൃത്യമാണ്. അത് കറക്റ്റായി എക്സിക്യൂട്ട് ചെയ്യാൻ ഈ മീറ്റിംഗ് സഹായിക്കും. എനിക്ക് വേണ്ടത് അയാൾ തരുന്ന നക്കാപ്പിച്ച കോമ്പൻസേഷൻ മാത്രമല്ലെന്ന് അയാൾക്കിനിയും മനസ്സിലായിട്ടില്ല. അമ്മാവൻ എത്രയും പെട്ടെന്ന് അയാളെ വിളിച്ച് സെറ്റിൽമെന്റിന് തയ്യാറാണെന്ന് അറിയിക്കേ. സ്ഥലവും സമയം ഫിക്സ് ചെയ്ത് പിന്നീട് പറയാമെന്ന് പറഞ്ഞാൽ മതി. ശരി, ഞാൻ ഇപ്പോൾ തന്നെ അയാളെ വിളിക്കാം. അയാളുടെ ഒരു സെറ്റിൽമെന്റ് കാണിച്ചു കൊടുക്കാൻ ഞാൻ എന്റെ സെറ്റിൽമെന്റ് എന്താണെന്ന്. അതിനുമുമ്പ് അർച്ചനയുടെ മനസ്സിലേക്ക് ഒരു തീപ്പൊരി കോരിയിടണം. ഇന്നതിന് പറ്റിയ ദിവസം. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നേ? അയ്യോ, ഞാൻ നിന്റെ പുതിയ വിശേഷം അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്ത് വിശേഷം? ഇവിടെ ആർക്കും ഒരു വിശേഷമില്ല. നീ ഇങ്ങനെ കിടന്ന് തിളയ്ക്കാതിരി, ഞാൻ പറയട്ടെ. ഇന്ന് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശയുടെ ദിവസമാ. അതിന്റെ ദേഷ്യം നീ എന്നോട് തീർക്കണ്ട. എനിക്കൊരു നിരാശയില്ല. ദേഷ്യമുണ്ട്. അത് മറ്റാരോടുമല്ല, നിങ്ങളോടാ. നെല്ലിശ്ശേരി വീട് തകർത്തെറിയാൻ ശ്രമിച്ചതിന്. അത് തകരാൻ പോകുന്നല്ലേ ഉള്ളൂ. ആ, അതിന്റെ കഥ അവിടെ നിക്കട്ടെ. നീ നിന്റെ ഭർത്താവും കൂടി താലി കെട്ടാൻ പോയ കഥ പറയേ. ഞങ്ങളുടെ കാര്യമൊന്നും നിങ്ങൾ അന്വേഷിക്കണ്ട. അതിനുള്ള ഒരു അവകാശം നിങ്ങൾക്കിപ്പോ ഇല്ലതാനും. നിന്റെ ഭർത്താവും നീയും കൂടി താലി കെട്ടാൻ പോയിട്ട് എന്ത് പറ്റി? കെട്ടാൻ പറ്റിയില്ലല്ലേ? എന്താ, നീ ഒന്ന് ഞെട്ടിയോ? ഞാനിതെങ്ങനെ അറിഞ്ഞൂന്നാവും. നെല്ലിശ്ശേരി വീട്ടിൽ നിന്ന് നിങ്ങൾ എന്നെ ഇറക്കി വിട്ടു എന്നുള്ളത് നേരാ. പക്ഷേ ഇപ്പോഴും നിങ്ങളെല്ലാവരും എന്റെ നിരീക്ഷണ വലയത്തിനുള്ളിലാ. നിങ്ങളാരാ? CCTV ക്യാമറയാണോ എല്ലാവരെയും നിരീക്ഷണ വലയത്തിലാക്കാൻ? ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ നീ ഒന്നോർത്തോ, എന്റെ ആളുകൾ നിന്റെ ഭർത്താവിന്റെ പിന്നാലെ ഉണ്ട്. അതുകൊണ്ടാ നീ പോലും അറിയാത്ത രഹസ്യങ്ങൾ എന്റെ ചെവിയിൽ ആദ്യം എത്തുന്നത്. ഒന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ? എനിക്ക് എന്റെ ഭർത്താവിനെ കുറിച്ച് കുറ്റം പറയുന്ന കേൾക്കാൻ ഇഷ്ടമല്ല. ഇത് കുറ്റം പറയല്ല, സത്യം പറയുന്നതാ. കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടാ നീ പോലും ഞെട്ടിപ്പോവും. താലി കെട്ടാൻ പെരുവണ്ണാപുരത്തപ്പന്റെ മുന്നിൽ വരെ പോയിട്ട് അത് കെട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാന്നാ നിന്റെ വിചാരം? എടി, താലി കെട്ടാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം നിന്റെ ഭർത്താവ് നിന്നെ ലേറ്റ് ആക്കിയതാ. വഴിയിൽ വണ്ടി നിർത്തി അവനെന്തിനാ വെളിയിൽ നിന്ന് ഫോൺ ചെയ്തത്? ആർക്കാണ് ഫോൺ ചെയ്തത്? അത് മനഃപൂർവ്വ ക്ഷേത്രത്തിലെത്തുന്നത് ലേറ്റ് ആക്കാൻ വേണ്ടി ആയിരുന്നില്ലേ? സച്ചേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല.
എന്റെ ഭർത്താവിനെ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയില്ലല്ലോ. എനിക്കറിയില്ല, പക്ഷെ മറ്റു പലർക്കും അറിയാം. അതുകൊണ്ടാണ് ഇന്ന് സച്ചി നിന്റെ കഴുത്തിൽ താലി കെട്ടാതിരുന്നത്. ഇതോടെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, സച്ചി ഇനി ഒരിക്കലും ആ താലി നിന്റെ കഴുത്തിൽ കെട്ടില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നേ? സർജറിയുടെ സമയത്താ എന്റെ കഴുത്തിൽ നിന്ന് അത് ഊരി മാറ്റിയത്. പെരുവണ്ണാപുരത്തെ അപ്പന്റെ മുന്നിൽ വെച്ച് കെട്ടിയാ മതിയെന്ന് ഞാനാ പറഞ്ഞത്. ഇന്ന് ഞങ്ങൾ ചെന്നപ്പോ കുറച്ച് ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ട് കെട്ടിയില്ല. അടുത്ത ദിവസം ഞങ്ങൾ പോയി താലി കെട്ടും. നീ ഞൊട്ടും. ജീവിതത്തില് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോന്നേ ഉള്ളൂ. എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ അത് നേരെയാക്കാൻ നിങ്ങൾ വരണമെന്നില്ല. പിന്നെ ഭാര്യയും ഭർത്താവും ആവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങൾ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. അതൊക്കെ അവര് തന്നെ പരിഹരിക്കുകയും ചെയ്യും. നിങ്ങളെപ്പോലെ സ്വന്തം കുടുംബം തകർത്ത് ഇങ്ങനെ നാടുതോറും പ്രതികാരമായിട്ട് നടക്കുന്നവർക്കേ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല. അതിന് കുടുംബം എന്താന്ന് മനസ്സിലാക്കണം, ബന്ധങ്ങളുടെ മഹത്വം എന്താന്ന് അറിയണം, അച്ഛന്റെ അമ്മയുടെ സ്നേഹം അറിഞ്ഞു വളരണം. എല്ലാറ്റിനുപരി താലികെട്ടിയ ഭർത്താവിനോടെങ്കിലും മിനിമം ആത്മാർത്ഥതയും സ്നേഹവും ഉണ്ടാവണം. അതിനു പകരം ചെകുത്താന്റെ മനസ്സുമായിട്ടെ എല്ലാവരെയും നശിപ്പിക്കാന്നുള്ള ചിന്തയും കൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് എന്നെ ഉപദേശിക്കാൻ എന്ത് യോഗ്യതയുള്ളത്? എന്റെ ഭർത്താവിനെ കുറ്റം പറയാൻ എന്ത് അർഹതയാ നിങ്ങൾക്കുള്ളേ? നോക്കിക്കോ, നിങ്ങളുടെ പ്രതികാരത്തിന്റെ തീയില് നിങ്ങൾ തന്നെ എരിഞ്ഞു ചാവും. മേലിൽ എന്റെ ഭർത്താവിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ, അങ്ങ് വരും ഞാൻ. എന്റെ കൈ കൊണ്ട് ഇതിനുള്ള മറുപടിയും തരും. ഭലേ ഭേഷ്, ഭർത്താവിനോടുള്ള നിന്റെ സ്നേഹം അതിങ്ങനെ തുളുമ്പി ഒഴുകുകയല്ലേ? എടി, അവൻ നിന്നെ ചതിക്കുക. അതിനുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. നീ ഇപ്പൊ എന്നോട് പറഞ്ഞത് എല്ലാത്തിനുള്ള മറുപടി തെളിവുകളടക്കം വേണ്ട സമയത്ത് നിനക്ക് ഞാൻ തരും. അതുവരെ നിന്റെ ഭർത്താവ് നല്ലവനാണെന്ന് വിശ്വസിച്ച് അവനെയും കെട്ടിപ്പിടിച്ചിരിക്കും. ഇനി അവളൊന്ന് പുകഞ്ഞു തുടങ്ങും. പിന്നെ ഉള്ളിലേക്കൊരു നീറ്റൽ പടരും, സംശയത്തിന്റെ നീറ്റൽ. അതോടുകൂടി സച്ചിയും അവളും തമ്മിലുള്ള സ്നേഹവും സന്തോഷവും എല്ലാം ഇല്ലാതാവാൻ തുടങ്ങും. അങ്ങനെ അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ജീവിതം ഞാൻ കുളം തോണ്ടും.